ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണം എക്സാമിന് വന്ന നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി 1 ആയിട്ട് വന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരു സ്റ്റോറി തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. നമ്മളോട് ആ സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്റ്റോറി നോക്കാം. ഇറ്റ് വാസ് ക്രിസ്മസ്. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് പ്രസൻറ്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. അപ്പോൾ അതൊരു ക്രിസ്മസ് ദിവസമായിരുന്നു. അപ്പോൾ ആ ദിവസം ജീമിന് അദ്ദേഹത്തിൻ്റെ വൈഫായ ഡെല്ലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ക്രിസ്മസ് പ്രസൻറ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഡെല്ല ഓൾസോ വാണ്ടഡ് ടു ഗീവ് ജീം എ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ ഡെല്ലക്കും അതേപോലെ ജീമിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നൽകണം എന്നുണ്ടായിരുന്നു. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജീംസ് ഗോൾഡ് വാച്ച്. അപ്പം ഗോൾഡ് വാച്ചിന്, ജീമിൻ്റെ ഗോൾഡ് വാച്ചിന് മാച്ച് ആവുന്ന ഒരു ചെയിന് കൊടുക്കാമെന്നായിരുന്നു ഡെല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡ് ഹെയർ. ഡെല്ലക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് ഹെയർ ഉണ്ട്, ലോങ് ആയിട്ടുള്ളത്. സോ ജീം ഡെഡിക്കേറ്റഡ് ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പോൾ ജീം എന്താണ് ഡെല്ലക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവളുടെ ഈ മുടിയൊക്കെ കോം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിൻ്റെ സെറ്റാണ് ഡെല്ലക്ക് കൊടുക്കാനായിട്ട് ജീം കരുതി വെച്ചിട്ടുള്ളത്. അടുത്തത്, ബട്ട് ദേ ഡിഡിൻറ്റ് ഹാവ് ഇനഫ് മണി. പക്ഷേ അവർക്ക് അതിനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. സോ ജീം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അതുകൊണ്ട് തന്നെ ജീം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഗോൾഡ് വാച്ച് ഡെല്ലക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിറ്റു. But Della sold her long beautiful hair to buy a chain for Jim's gold watch. അപ്പോൾ പക്ഷേ എന്താണ് ഡെല്ല ചെയ്തത്? ഡെല്ല അവളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ഹെയർ അവളുടെ ജീമിന് ഗോൾഡ് വാച്ചിന് മാച്ച് ആയിട്ടുള്ള ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് വിറ്റു. ബട്ട് ജീം ആൻഡ് ഡെല്ല മെയ്ഡ് സാക്രിഫൈസസ് ഫോർ ദെയർ ലവ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ജീമും ഡെല്ലയും അവരുടെ ലവിന് വേണ്ടിയിട്ട്, അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യുകയാണ് അല്ലേ. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജീം. ഡെല്ലക്ക് എന്ത് അവളുടെ ജീമിന് വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു ആഗ്രഹം? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വാച്ച്, ഓപ്ഷൻ ബി എ ചെയിൻ, ഓപ്ഷൻ സി എ കോംബ് ആൻഡ് ഓപ്ഷൻ ഡി എ ഹെയർ ക്ലിപ്പ്. അപ്പോൾ എന്തായിരുന്നു വാങ്ങിക്കാൻ ആഗ്രഹം? ഓപ്ഷൻ ബി എ ചെയിൻ ആണല്ലേ ഉത്തരം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. എന്തുകൊണ്ടാണ് ഡെല്ല അവളുടെ ഹെയർ സെല്ല് ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ അതിലെ ഓപ്ഷൻസ് നോക്കാം. എ, she had no money to buy a gift. B, she had no comb. C, she didn't like long hair. And D, Jim asked her to cut the hair. അപ്പോൾ എന്തിനായിരുന്നു സെല്ല് ചെയ്തത്? അപ്പോൾ എ ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ കാശില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഡെല്ല അവളുടെ ഹെയർ സെല്ല് ചെയ്യാൻ തീരുമാനിച്ചത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ജിം അവൻ്റെ ഗോൾഡ് വാച്ച് സോൾഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തിനായിരുന്നു? എ, ഓപ്ഷൻ എ ആണ്, ഇറ്റ് ഹാഡ് നോ ചെയിൻ. ബി, ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്. സി, ഹി ഡിഡ്ന്റ് ലൈക്ക് ദിസ് വാച്ച്. ഡി, ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അപ്പോൾ ഏതാണ് ആൻസർ? അതാണല്ലേ ആൻസർ, ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡെല്ലക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള മണിക്ക് വേണ്ടിയായിരുന്നു അല്ലേ അത് വിൽക്കാമെന്ന് അവൻ തീരുമാനിച്ചത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി. എന്താണ് ഈ സ്റ്റോറിയുടെ മെയിൻ തീം? നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ഫാമിലി അല്ല, ഓപ്ഷൻ ബി ലവ് ആൻഡ് സാക്രിഫൈസ് ആണല്ലേ ഈ സ്റ്റോറിയുടെ തീം. അടുത്തത്, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗീവ് അപ്പ് സംതിങ് വാല്യുവബിൾ. അപ്പോൾ എന്താണ്? നമുക്ക് എന്തെങ്കിലും വിലപ്പെട്ട സാധനത്തിന് നമ്മൾ ഗീവ് അപ്പ് ചെയ്യുക എന്നുള്ളതിന് വേർഡ്, അതിനൊരു മീനിങ് വരുന്ന ഒരു വേർഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സാക്രിഫൈസ് എന്ന വേർഡാണ് കേട്ടോ അതിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 2, ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി 2 ആയിട്ട് വന്നിട്ടുള്ളത്. ടീച്ചർ എൻറ്റർ ദ ക്ലാസ്. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ദി ചിൽഡ്രൻ. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അവിടെ കുറച്ച് ചിൽഡ്രൻസ് സാഡ് ഫേസ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടു. ഇറ്റ് വാസ് ചെസ്റ്റർ റെക്കോൺ. അത് ആരായിരുന്നു? നമുക്കറിയാലോ, അത് ചെസ്റ്റർ റെക്കോൺ ആണ്. The teacher began to talk to him. ആ ടീച്ചർ അവനോട് സംസാരിക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചെസ്റ്റർ റെക്കോൺ ആൻഡ് ടീച്ചർ. ചെസ്റ്റർ റെക്കോണും ടീച്ചറും നടത്തിയ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു ടീച്ചർ ചോദിക്കുന്നുണ്ട്, ചെസ്റ്റർ വാട്ട് ഹാപ്പൻ, വൈ ആർ യു
ലുക്കിംഗ് സോ സാഡ്. എന്ത് പറ്റി ജസ്റ്റർ, എന്താണ് നീ ഇങ്ങനെ സങ്കടവാനായിട്ടിരിക്കുന്നത് എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. അപ്പോൾ ജസ്റ്റർ മറുപടി പറയാണ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് ജസ്റ്റർ പറയാണ്. അപ്പോൾ ടീച്ചർ പറയാണ്, വാട്ട് ഹാപ്പൻ ഡിയർ, ഈസ് ദർ എനി പ്രോബ്ലം? എന്തു പറ്റി, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാൻ ടീച്ചർ. അപ്പോൾ ജസ്റ്റർ മറുപടി പറയുന്നുണ്ട്, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ ഹാവ് ഫ്രണ്ട്സ് ദർ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു. എനിക്ക് എൻ്റെ ടോയ്സുമായി കളിക്കണം, അതുപോലെ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് അവരായിട്ടും കളിക്കുകയും വേണം എന്ന് പറയാണ് ജസ്റ്റർ. നമുക്കറിയാം ജസ്റ്റർ റെക്കോൺ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ്. നമ്മൾ ആ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ, അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ടീച്ചർ ചോദിക്കുകയാണ്, ഐ വിൽ ഗിവ് യു ന്യൂ ടോയ്സ് ടു പ്ലേ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് from here, you can also play with them. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പുതിയ ടോയ്സ് എല്ലാം തരാം, നിനക്ക് ഇവിടെ നിന്ന് പുതിയ ഫ്രണ്ട്സിനെ എല്ലാം കിട്ടും, നിനക്ക് അവരുമായി കളിക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റർ പറയാണ്, മൈ മോം ഈസ് അലോൺ ആൻഡ് ഹോം, ഐ വാണ്ട് ടു ഗോ. എൻ്റെ അമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് എന്തായാലും പോകണമെന്ന് പറയാണ് ജസ്റ്റർ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഡോണ്ട് യു വാണ്ട് ടു സ്റ്റഡി, നിനക്ക് പഠിക്കുകയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റർ പറയാണ്, ഐ ഹാവ് എ ലോട്ട്സ് ഓഫ് ബുക്ക് ഇൻ മൈ ഹോം, ഐ വിൽ സ്റ്റഡീസ് യൂസിങ് ദാറ്റ്. എൻ്റെ വീട്ടിൽ എനിക്ക് കുറേ പുസ്തകങ്ങളുണ്ട്, ഞാൻ അതുമായി പഠിച്ചോളാം എന്ന് പറയാണ് ജസ്റ്റർ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ദാറ്റ്സ് നോട്ട് ഫെയർ ജസ്റ്റർ, ലെറ്റ്സ് ഡു വൺ തിങ്, യു വിൽ സിറ്റ് ദർ വൺ ഡേ, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ഗോ ബാക്ക് യുവർ ഹോം. അതൊരു നല്ല കാര്യമല്ല ജസ്റ്റർ, നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, നീ ഇവിടെ ഒരു ദിവസം ഇരിക്കൂ, നിനക്ക് എന്നിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അവസാനം ജസ്റ്ററും ഓക്കെ മാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്ററും ടീച്ചറും കൂടിയുള്ള കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത എക്സാമിന് നല്ലപോലെ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 3, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ലൈക്സും ഡിസ്ലൈക്സും, അതായത് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും. ജസ്റ്റർ റെക്കോൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ജസ്റ്റർ റെക്കോണ് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. ഡു യു ഹാവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? നിങ്ങൾക്കും ഉണ്ടോ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ? കംപ്ലീറ്റ് ദ ഗിവൺ ടാബിൾ സ്യൂട്ടബിളി. നമ്മളോട് ഈ ടാബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ 2 ടാബിളാണ് തന്നിട്ടുള്ളത്. വാട്ട് ജസ്റ്റർ റെക്കോൺ ലൈക്സ്, വാട്ട് ഡു യു ലൈക്ക് ഓർ ഡിസ്ലൈക്സ്. ജസ്റ്റർ റെക്കോണിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതെല്ലാം ഇഷ്ടമല്ലേ എന്ന് ഉള്ളതും എഴുതണം. അപ്പോൾ ഫസ്റ്റത്തേതാണ് ജസ്റ്റർ ലൈക്സ് റീഡിങ് ബുക്സ്. ചെസ്റ്ററിന് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നമ്മളൊരു ലൈക്കോ ഡിസ്ലൈക്കോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അതിൻ്റെ താഴെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. ചെസ്റ്റർ ഡസൻ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ നേരെ നമുക്ക് തന്നിട്ടുണ്ട്, ഐ ലൈക്ക് ടു ഗോ ടു ദ ലൈബ്രറി. എനിക്ക് ലൈബ്രറിയിലേക്ക് പോകാൻ ഇഷ്ടമാണ്. ചെസ്റ്റർ ലൈക്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാമിലി. ചെസ്റ്ററിന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. അടുത്തത് ഹീ ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. ചെസ്റ്ററിന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ എഴുതേണ്ടത് ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റബിൾസ്. എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല. അടുത്തത് ചെസ്റ്റർ ഡസൻ ലൈക്ക് ഐസ്ക്രീം. ചെസ്റ്ററിന് ഐസ്ക്രീംസ് ഇഷ്ടമല്ല. അപ്പോൾ എന്താണ് നമ്മൾ അതിന് നേരെ എഴുതേണ്ടത്? ഐ ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ടു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. രാവിലെ കുളിക്കാൻ ചെസ്റ്ററിന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളവിടെ എന്താണ് എഴുതേണ്ടത്? ഐ ഡോണ്ട് ലൈക്ക് ലൈറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്. എനിക്ക് രാത്രി നേരം വൈകി ഉറങ്ങാൻ ഇഷ്ടമല്ല. ഇനി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാം ഐ ലൈക്ക് ടു വാച്ച് TV. എനിക്ക് TV കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഡിസ്ലൈക്സും ലൈക്സും എഴുതേണ്ടത്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 4 തോട്ട്സ് ആണ്. ഹാഡിങ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ സ്റ്റോറിയെ പറ്റിയിട്ട്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് ഹൂ വർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ ആ സ്റ്റോറി നമുക്കറിയാം അല്ലെ. മൗണ്ടെയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ട് ഈ ട്രെയിൻ ഫുള്ള് നല്ല സാധനങ്ങളാണല്ലേ ഉള്ളത്. ഇറ്റ് വാസ് മൂവിങ് ഹാപ്പിലി അലോങ് ദ ട്രാക്സ്. അത് ട്രാക്സിലൂടെ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. പക്ഷേ പെട്ടെന്ന് ആ ട്രെയിന് സ്റ്റോപ്പായി നിൽക്കുകയാണ്. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. എന്തായിരിക്കും ആ സമയത്ത് ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക?
യു മേ യൂസ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആസ് ഹിൻസ്. ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹിൻസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്പ്ഡ്? ട്രെയിനിന് അറിയാമോ അത് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആയിട്ടുള്ളത് എന്നുള്ളത്. വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്? ചിലപ്പോൾ ട്രെയിൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ വിൽ ഇറ്റ് തിങ്ക് ഓഫ് ദ ടോയ്സ് ആൻഡ് ദ അതർ തിങ്സ് ഇൻ ദ ട്രെയിൻ. ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ടോയ്സിനെ കുറിച്ചും അതുപോലെ മറ്റ് സാധനങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയായിരിക്കാം ആ ട്രെയിന്. വിൽ ഇറ്റ് തിങ്ക് ഓഫ് ഗെറ്റിംഗ് സംബഡീസ് ഹെൽപ്പ്? ആരുടെയെങ്കിലും ഹെൽപ്പ് ലഭിക്കുമോ എന്ന് ചിന്തിക്കുകയായിരിക്കാം എല്ലാ ട്രെയിന്. വാട്ട് വിൽ ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്? ആ ബോയ്സിനെ കുറിച്ചും ഗേൾസിനെ കുറിച്ചിട്ടും ആ ട്രെയിന് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു തോട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ ടു മീ? എനിക്ക് എന്താണ് സംഭവിച്ചത്? ഓ ഗോഡ്, ഐ എം സോ ട്രൈഡ് എ ലോട്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ബട്ട് ഐ കാൺ മൂവ്. പക്ഷേ എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ? ഈ എൻജിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കുമോ? ദർ ഈസ് നോ വൺ നിയർ ടു ആസ്ക് ഫോർ എ ഹെൽപ്പ്. ഇവിടെ അടുത്ത് ആരും ഇല്ലല്ലോ എനിക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ. ഡിയർ ഗോഡ്, ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ കാൺ റീച്ച് ഓവർ ദ മൗണ്ടെയിൻ? നിനക്കറിയുമോ ദൈവമേ, എനിക്ക് ആ മൗണ്ടെയിൻ്റെ അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഫുഡ്. ബോയ്സിനും ഗേൾസിനും ഒരു ടോയ്സോ ഫുഡോ ഒന്നും ലഭിക്കില്ല. വോണ്ട് ദോസ് ചിൽഡ്രൻ ബി വെരി സാഡ്? അപ്പോൾ ആ കുട്ടികൾ ഭയങ്കര സാഡായി മാറും. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്, എന്നെ ഹെൽപ്പ് ചെയ്യൂ ദൈവമേ എന്ന് വിളിച്ച് പറയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാവും ആ ട്രെയിന് ചിന്തിച്ചിട്ടുണ്ടാവുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 5, പിക്ചർ ടൈൽ. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൻ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു സ്റ്റോറി ആക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടി ഒരു ചെടി നടുന്നത് കാണാനുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ ആ കുട്ടി അതിന് മണ്ണിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ ആ കുട്ടി അതിനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നാലാമത്തേതിൽ അതിൽ നിന്ന് കായ് പറിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ആ പിക്ചർ തന്നിട്ടുള്ളത്. നമുക്കത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ആക്കി മാറ്റാം. നമ്മളൊരു സ്റ്റോറി എഴുതുമ്പോൾ എന്തായാലും ഹെഡിങ് കൊടുക്കണം. അപ്പം ഞാൻ ഈ സ്റ്റോറിക്ക് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ഹാപ്പിനെസ് എന്നാണ്, സന്തോഷം. അപ്പം നമുക്ക് നോക്കാം. എ ബോയ് ഹു വാസ് പ്ലാന്റിങ് എ ട്രീ വൺ ഡേ. ഒരു ദിവസം ഒരു ബോയ് ഒരു ട്രീ പ്ലാന്റിങ് ചെയ്യാണ്. ഹി ഈസ് വാട്ടറിങ് ദാറ്റ് പ്ലാന്റ് സെക്കൻഡ് ഡേ ഓൺവേർഡ്സ്. രണ്ടാമത്തെ ദിവസം മുതൽ അവന് അതിനെന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഹി നർച്ചർ ഇറ്റ് എവറി ഡേ. ഡേ ബൈ ഡേ ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ ഇൻ ടു എ ബിഗ് ട്രീ. ദിവസങ്ങൾ പോകുന്തോറും ആ പ്ലാന്റ് വളരാൻ തുടങ്ങിയിട്ട് അത് വലിയൊരു ട്രീ ആയി മാറുകയാണ്. ആഫ്റ്റർ സം ഡേയ്സ് പ്ലാന്റ് സ്റ്റാർട്ടഡ് ഫ്രൂട്ടിങ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്ലാന്റിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാൻ തുടങ്ങുകയാണ്. ഹി ബിക്കെയിം വെരി ഹാപ്പി. അപ്പോൾ എന്താണ്, ആ ബോയ് വളരെയധികം ഹാപ്പി ആയി മാറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചർ തന്നിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യേണ്ടത്. അടുത്തത് സ്കെച്ച് എ പിക്ചർ. നമ്മളോടൊരു പിക്ചർ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർക്ക് ദാറ്റ് ചെസ്റ്റർ റെക്കോൺ വിസിറ്റഡ്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. ചെസ്റ്റർ റെക്കോൺ പോയ പാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മളോട് വായിച്ച് നോക്കിയിട്ട് അതിൽ ആഡ് ചെയ്യാൻ മിസ്സിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടും അതുപോലെ വരച്ചും ഭംഗിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കാണ്. ദർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദ പാർക്ക്. ആ പാർക്കിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഹ്യൂജ് ട്രീസ് ഉണ്ട്. സം ഫ്ലവേഴ്സ് പോട്ട്സ് ആർ കെപ്റ്റ് നിയർ ദ ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ അടുത്ത് കുറച്ച് ഫ്ലവർ പോട്ട്സ് ഉണ്ട്. കളർഫുൾ ഫ്ലവേഴ്സ് മേക്ക് ദ പാർക്ക് അട്രാക്റ്റീവ്. ആ പാർക്കിനെ അട്രാക്റ്റീവ് ആക്കുന്നത് കളർഫുൾ ഫ്ലവേഴ്സ് ആണ്. ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫ്ലറ്ററിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ഡ്രാഗൺ ഫ്ലൈസും ബട്ടർഫ്ലൈസും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഒരു ബേർഡ് ആ ട്രീയുടെ മേലെ ഇരിക്കുന്നുണ്ട്. ദർ ആർ സ്വിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്ലൈഡ്സ് ഉണ്ട്. ആൻഡ് എ മാരി ഗോ റൗണ്ട് ഇൻ ദ പാർക്ക്. ഒരു മാരി ഗോയും ആ പാർക്കിൻ്റെ നടുക്കിലുണ്ട്. എ പോണ്ട് ഈസ് ദർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പാർക്ക്. ആ പാർക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പോണ്ട് ഉണ്ട്. അതേപോലെ 2 ഡക്സ് ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ആ 2 ഡക്സ് ആ പോണ്ടിൽ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ ലോട്ടസ് മേക്സ് ദ പോണ്ട് പ്രിറ്റി. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോട്ടസ് ആണ് ആ പോണ്ടിനെ പ്രിറ്റി ആക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഈ ഒരു പിക്ചറിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടുകാർ വരച്ച് ചേർക്കണം. എന്നിട്ട് ഈ പിക്ചറിന് കളറും കൊടുക്കണം. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു വർക്കായിരുന്നു. ഇത് കൂട്ടുകാർ നന്നായി ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നന്നായി അട്രാക്റ്റീവ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 7, ലെറ്റ്സ് എഡിറ്റ്. എഡിറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് അവിടെ ഒരു 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓൺ 10th May 1993 എ ഗേൾ യങ്.
ആ ഗേൾ യങ് എന്നുള്ളിടത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ താഴത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി എന്നുള്ളിടത്തും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അവിടെയാണ് സി എന്ന് വരുന്നത്. ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ, അവിടെയും ഓൺ എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ വേൾഡ് ടു ക്ലൈം എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ എവറസ്റ്റ്, അപ്പോൾ ഇവിടേക്കാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 5 സ്ഥലത്താണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്, അപ്പോൾ അവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഗേൾ യങ് എന്നുള്ളത്, അവിടെ നമുക്ക് വരേണ്ടത് യങ് ഗേൾ എന്നാണ്. അടുത്തത് ബി ഡിക്കി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അത് ശരിയാണ്. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. നമ്മൾ നെയിംസ് ഒക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, അപ്പോൾ അവിടെ ഡി ക്യാപിറ്റൽ ലെറ്റർ ആണ് വരേണ്ടത്. അത് സി ഹി എന്നല്ല വരേണ്ടത്, ഷീ എന്നാണ് പറയേണ്ടത്. അവിടെ ഗേളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഷീ ആണ് വരേണ്ടത്. ഹി നമ്മൾ ബോയ്ക്ക് വെക്കുന്നതാണ്. അടുത്തത് വുമൺ ഓൺ എന്നല്ല ഇൻ എന്നാണ് വരേണ്ടത്. പിന്നെ ക്ലൈമ്പിൻ്റെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, CLIMB എന്നാണ് വരേണ്ടത്. അവിടെ CLAIMB എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് മിസ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഈ ഒരു പാസേജിലെ എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ സിലബസ് വന്നിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ ഒരു എക്സാം ആയിരുന്നു കൂട്ടുകാർ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർക്ക് നല്ല പോലെ എഴുതാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ സാരമില്ല, നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അതിലെ ക്വസ്റ്റ്യൻസും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.